ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ലൈക്കും ഹൈപ്പും കൂടി ചെയ്തിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ഒന്ന് ശ്രമിക്കണേ. അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് പോവുകയാണ്. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് മുത്തശ്ശനെയാണ് കേട്ടോ. അപ്പൊ മുത്തശ്ശന് നമ്മുടെ നയനയെ കാണാൻ വേണ്ടി കാവിലേക്ക് പോകാൻ റെഡിയാകുക. അപ്പൊ മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു. മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നിട്ട് ഇതെങ്ങോട്ടേക്ക് പോവുകയാണെന്ന് തോന്നുന്നല്ലോ, ഇത് എവിടെ പോവുക, പോകുന്ന കാര്യമൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ ഇദ്ദേഹം എന്ന് പറഞ്ഞപ്പം അത് പിന്നെ ഞാനേ കാവ് വരെ ഒന്ന് പോകുക, നമ്മുടെ കുടുംബക്ഷേത്രം ഇല്ലേ ആ കാവ്, അവിടെ വരെ പോവുക എന്ന് പറഞ്ഞപ്പോ അശോ, എന്നാ പിന്നെ നേരത്തെ ഒന്നും പറയത്തില്ലായിരുന്നോ? ഞാനാണെങ്കിൽ കാവിലേക്ക് പോയിട്ട് ഒരുപാട് നാളായി, ഞാനും കൂടെ വരായിരുന്നല്ലോ. എന്നാ ഒരു കാര്യം ചെയ്യേ, കുറച്ചു നേരം വെയിറ്റ് ചെയ്യേ, എനിക്ക് ഒരുങ്ങാനൊന്നുമില്ല, എനിക്ക് ഒരു ഡ്രസ്സ് മാത്രം, ഒരു സാരി മാത്രം എടുത്ത് കൊടുത്താൽ മതി, രാവിലെയൊക്കെ കുളിക്കുന്നതല്ലേ, അപ്പൊ അതുകൊണ്ട് ഒരുങ്ങിയില്ലേലും കുഴപ്പമൊന്നുമില്ല, ഞാനും വരുവാന്ന് പറഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശനാകെ പെട്ടുപോയിട്ടോ. മുത്തശ്ശീനെ കൊണ്ടുപോകാൻ പറ്റുമോ? നമ്മുടെ നയനുമായിട്ട് എന്തോ രഹസ്യ കരാറിൽ ഒപ്പുവെക്കാൻ പോകുമ്പോഴത്തേക്കും മുത്തശ്ശിനെ എങ്ങനെയാ കൊണ്ടുപോകുന്നേ? അങ്ങനെ മുത്തശ്ശിയോട് പറഞ്ഞു, അത് പിന്നെ വസന്തരെ നീ വരണ്ട, ഞാൻ പൊക്കോളാം, എനിക്ക് സമയം വൈകി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ, എനിക്ക് അതിന് ഒത്തിരി ഒരുങ്ങാനൊന്നും ഇല്ലല്ലോ, ഒരു സാരി എടുത്ത് കൊടുത്താൽ പോരെ, അതിനിപ്പോ എന്താ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ രാവിലെ കുളിച്ചതാണെന്ന്. വേട്ട വേട്ട, നീ ഇപ്പൊ വരണ്ട, എനിക്കിനിയിപ്പോ പോയേ പറ്റത്തുള്ളൂ, ഒത്തിരി നാളായി ഞാൻ അങ്ങോട്ടേക്കൊക്കെ പോയിട്ട്, ഞാൻ പെട്ടെന്ന് പോകാൻ പോവാണെന്ന് പറഞ്ഞ് ഈ ഒഴിവാക്കി പോകാൻ തുടങ്ങുന്ന പോലെ മുത്തശ്ശിക്ക് ഒരു തോന്നൽ. മുത്തശ്ശി ചോദിച്ചു, എന്ത് പറ്റി, ഇദ്ദേഹം എന്നെ ഒഴിവാക്കാൻ നോക്കുകയാണോ? എന്നെ ഒഴിവാക്കിയിട്ട് പോകാനാണോ അങ്ങനെ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞപ്പോ, തന്നെ ഒഴിവാക്കിയിട്ട് എനിക്ക് എന്ത് കിട്ടാൻ, എനിക്ക് അതിൽ ഇപ്പൊ പോയേ പറ്റത്തുള്ളൂ, ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് എന്താ പറയാ, അത്രയ്ക്ക് വാശി പിടിച്ചിട്ട് പോകും. അപ്പം മുത്തശ്ശിക്ക് വീണ്ടും എന്തൊക്കെയോ സംശയം തോന്നട്ടെ, എന്തോ ഉണ്ടല്ലോ ഇതിന് പിന്നിൽ, എന്നെ ഒഴിവാക്കിയിട്ട. സാധാരണ മുത്തശ്ശിനെയും കൊണ്ട് എല്ലായിടത്തും പോകുന്ന, അമ്പലത്തിലൊക്കെ പോകുമ്പോൾ മുത്തശ്ശിനെയും കൂട്ടിയാണല്ലോ പോകുന്നത്. അപ്പൊ മുത്തശ്ശിക്ക് വല്ലാത്തൊരു സംശയമൊക്കെ കാര്യങ്ങളൊക്കെ കേട്ടോ. ഏതായാലും മുത്തശ്ശി എന്തെങ്കിലും ആട്ടം ഓർത്ത് കാണും. അതായത് നമ്മുടെ മനതി മൂർത്തി പറയുന്നതൊന്നും എതിർത്ത് പറയാറില്ലല്ലോ, അവിടെയുള്ള പെണ്ണുങ്ങളെല്ലാം അങ്ങനെയാണല്ലോ, ആണുങ്ങൾ പറയുന്നതൊന്നും എതിർത്ത് പറയാറില്ലാത്തത് കൊണ്ട് തന്നെ ആയിരിക്കാം, വേറെ ഒന്നും ചോദിച്ചില്ല. ഈ സമയത്ത് നമ്മുടെ മുത്തശ്ശൻ കാവിലേക്ക് പോവുകയാണ്. അപ്പം കാവിലേക്ക് മുത്തശ്ശൻ മാത്രമല്ല, നമ്മുടെ നയനയും, അതുപോലെ നയനയുടെ വീട്ടിലെ ജോലിക്ക് നിൽക്കുന്ന നമ്മുടെ മുത്തശ്ശൻ ജോലിക്ക് നിർത്തിയ എലിസബത്തും കൂടെയാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയന ഒരുങ്ങി ഇറങ്ങാണ് കേട്ടോ കാവിലേക്ക് പോകാനായിട്ട്. അപ്പൊ ആദർശ് ചോദിച്ചു, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെ പറയണം, എന്റെ വീട്ടിലുള്ളവരുടെ വായിൽ നിന്ന് എന്നെ വഴക്ക് കേൾപ്പിക്കരുത് ദയവ് ചെയ്ത്. അത് പിന്നെ നേരത്തെ അങ്ങനെ സംഭവിച്ചു പോയത് ആദർശേട്ടാ, അല്ല നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നീ ആദ്യം എന്നെയല്ലേ വിളിച്ച് പറയേണ്ടത്, അതിന് പകരം എന്തിനാ നീ വീട്ടിലേക്ക് വിളിച്ച് പറയുന്നത്? അതിന് മുത്തശ്ശി ഇങ്ങോട്ട് വിളിച്ചപ്പോ ഞാൻ വെറുതെ പറഞ്ഞതല്ലായിരുന്നോ? ഇനി നീ വെറുതെയും പറയേണ്ട, കാര്യമായിട്ടും പറയണ്ട, അവിടെ ഉള്ളവരെല്ലാവരും നിന്റെ കാര്യത്തിൽ ആകാംക്ഷയോടെ ഇരിക്കുന്നവരാ, അവരെ വേദനിപ്പിക്കുന്ന രീതിയിലും ഭയപ്പെടുത്തുന്ന രീതിയിലും ഒന്നും നീ സംസാരിക്കരുത്. ആയിക്കോട്ടെ ആദർശേട്ടാ, പിന്നെ ഇവിടെ എലിസബത്ത് ആന്റി ഉണ്ട്, ദാമുവേട്ടനുണ്ട്, നീ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ ഇവിടെ ഓടിയെത്തത്തില്ലേ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? അങ്ങനെയുള്ളപ്പം എന്തിനാ അവരോടൊക്കെ വിളിച്ചു പറയുന്നത്? ഇനി ഞാൻ വിളിച്ചു പറയത്തില്ല. അല്ല ആദർശേട്ടൻ ഇന്ന് വരാൻ വൈകുവോ? എന്താ, ഞാൻ ഇന്ന് നേരത്തെ വരണോ? വരണമെങ്കിൽ വരാം. അയ്യോ അതൊന്നും വേണ്ട ആദർശേട്ടാ, ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല നീ എപ്പോഴാ നമ്മുടെ കുടുംബക്കാവിലേക്ക് പോകുന്നത്? ഉടനെ പോകും, ഞാൻ റെഡിയായി നിൽക്കുക. പോകുമ്പോ തന്നെ പോകരുത്, ആന്റീനെ കൂട്ടി വേണം പോകാന്. ആന്റീനെയും കൂട്ടിയേ പോകത്തുള്ളൂ, റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാ പിന്നെ പറഞ്ഞതൊന്നും മറക്കണ്ടെന്ന് പറഞ്ഞിട്ട് ആദർശ് പോകാൻ തുടങ്ങുകയാണ് കേട്ടോ. എവിടെ പുറത്തങ്ങാണ്ട് പോകാൻ തുടങ്ങുക. ആദർശിനെ പറഞ്ഞു വിട്ടിട്ട് വേണം എലിസബത്തിനെ കൂട്ടി പോകാനായിട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ എലിസബത്ത് വന്നു കേട്ടോ. ഈ സമയത്ത് എലിസബത്ത് ചോദിച്ചു, എന്തിനാ കാവിലേക്ക് പോകുന്നത്? അല്ല സാധാരണ എന്തിനാ കാവിലേക്ക് പോകുന്നത്, തൊഴാനല്ലേ? അല്ല അത് കുടുംബക്ഷേത്രത്തിലേക്കല്ലേ പോകുന്നത്, കുടുംബകാവിലേക്ക് ദൂരമില്ലേ? എന്റെ ചേച്ചി, അവിടെയാ കുടുംബക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം ഇരിക്കുന്നത്, അവിടെ പോയിട്ട് കുറെ ആയെന്നേ, ദോഷങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒന്ന് പോയി പ്രാർത്ഥിക്കുന്നത് നല്ലതല്ലേ? പിന്നെ ഞാൻ എന്തിനാ അങ്ങോട്ടേക്ക് പോകുന്നതെന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോ ചേച്ചിക്ക് മനസ്സിലാകും, അതുപോലെ. അതിനുശേഷം ഇത്തരം ചോദ്യങ്ങളൊന്നും ചേച്ചി എന്നോട് ചോദിക്കത്തില്ല. അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ മോക്കത് നേരത്തെ പറഞ്ഞൂടെ? നേരത്തെ പറയേണ്ട കാര്യമൊന്നുമില്ല, പറയേണ്ടതാണ്, ഞാൻ പറയും. അവിടെ ചെല്ലുമ്പം നമ്മളെ ചിലതൊക്കെ കാത്തിരിപ്പുണ്ട്. അപ്പൊ നമ്മുടെ എലിസബത്തിന് വല്ലാത്ത സംശയമുണ്ട്. എലിസബത്ത് വീണ്ടും ചോദിച്ചു, അല്ല ഇനി മോളുടെ ചേച്ചി വല്ലതാണോ അവിടെ നിൽക്കുന്നത്? മിക്കവാറും. അങ്ങനെയാണെങ്കിൽ പോകണ്ട, അവരെ ഈ വീട്ടിനകത്ത് കയറ്റരുതെന്ന ആദർശേട്ടന്റെ ഓർഡർ അറിയാലോ. എന്നാ കേട്ടോ, ചേച്ചിയല്ല തൽക്കാലം എന്നെ കാത്തു നിൽക്കുന്നത്. അല്ല പിന്നെ ആരാ? അതൊക്കെ അവിടെ ചെന്നിട്ട് പറയാന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ അറിഞ്ഞാ മതിയെന്നേ. ഇനി ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ടെന്നേ, നമുക്ക് പോകാം. അല്ല എന്നെ വെറുതെ വഴക്ക് കേൾപ്പിക്കരുതേ. ഇല്ലെന്നേ, ചേച്ചിക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. അയ്യോ മോളെ, ഒറ്റയ്ക്ക് പോവില്ല, ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് റെഡിയാവാണ് കേട്ടോ. ഏതായാലും ഈ സമയം നമ്മുടെ മുത്തശ്ശൻ കാവിലെത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സീനാണ് കാണിക്കുന്നത്. അങ്ങനെ അമ്പലത്തിലെ മണിയടിയൊക്കെ മുഴങ്ങി മുത്തശ്ശൻ പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് നമ്മുടെ നയനയും എലിസബത്തും കൂടെ എത്തുകയാണ്. ഏതായാലും നയന വന്നു, എലിസബത്ത് നോക്കിയപ്പോഴത്തേക്ക് എലിസബത്ത് ഒന്ന് ഞെട്ടി കേട്ടോ. അപ്പൊ എലിസബത്ത് ചോദിച്ചു, അയ്യോ
മൂർത്തി സാറാണല്ലോ നിൽക്കുന്നത്. ആ അതെ, മൂർത്തി സാറാ നിൽക്കുന്നത്. ചേച്ചിയുടെ മൂർത്തി സാറ് പറഞ്ഞിട്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പം മൂർത്തി സാറ് പറഞ്ഞിട്ടോ? ആ അതേന്നേ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ മുത്തശ്ശൻ തൊഴുതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ എലിസബത്തിനെയും കൂട്ടി നമ്മുടെ മൂർത്തി സാറിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്, മുത്തശ്ശന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് നയന. അങ്ങനെ മുത്തശ്ശൻ നയനയെ കണ്ടു കേട്ടോ. നയനയെ കണ്ട ഉടനെ തന്നെ നമ്മുടെ മുത്തശ്ശന്റെ മുഖത്തൊരു ഗൗരവമൊക്കെ ഉണ്ട്, എന്നാലും ഒരു ചിരിയൊക്കെ ചിരിച്ചു. അപ്പൊ നമ്മുടെ മുത്തശ്ശന്റെയോട് നമ്മുടെ നയനി ഒന്ന് ചിരിച്ചു. എന്നിട്ട് മുത്തശ്ശൻ പറഞ്ഞു, നീ പോയി തൊഴുതിട്ട് വാ മോളെ എന്ന് പറഞ്ഞു. അങ്ങനെ തൊഴാനായിട്ട് നമ്മുടെ നയന ചെന്നു. തൊഴുതിട്ട് നമ്മുടെ മുത്തശ്ശന്റെ അടുത്തേക്ക് തന്നെ നയന ചെന്നു. ഈ സമയത്ത് എലിസബത്ത് ചോദിച്ചു, എന്താ സാറാ ഇതൊക്കെയെന്ന് ചോദിച്ചപ്പം എന്ത് ചെയ്യാനാ, ബുദ്ധിയുള്ളവള്, അവളുടെ മുമ്പിലെ ഞാൻ പെട്ടെന്ന് പിടിക്കപ്പെട്ടു, അത് തന്നെ കാര്യം, അല്ലാതെ വേറൊന്നും അല്ല എന്ന് നമ്മുടെ എലിസബത്തിനോട് പറഞ്ഞപ്പോ എലിസബത്തിനും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. അങ്ങനെ നമ്മുടെ നയനെ നേരെ മുത്തശ്ശന്റെ അടുത്തേക്ക് പ്രാർത്ഥിച്ചിട്ട് ചെന്നു. അപ്പോഴത്തേക്ക് എലിസബത്തിനോട് മുത്തശ്ശൻ പറഞ്ഞു, എലിസബത്ത് നീ അങ്ങോട്ടേക്ക് ചെല്ലി, ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുള്ളത്. അങ്ങനെ എലിസബത്ത് അങ്ങനെ മാറിയിട്ടോ. അങ്ങനെ നമ്മുടെ നയനയോട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞു, അന്ന് ഹോസ്പിറ്റലിൽ നീ കിടന്നപ്പോ മനസ്സ് തുറക്കണമെന്ന് വിചാരിച്ചതാ, പക്ഷെ അന്ന് വേണ്ടാന്ന് വെച്ചു. അല്ല, അന്ന് എന്റെ 3-ാം മാസ ചടങ്ങിന് വന്നപ്പോ മുത്തശ്ശി വീഡിയോ പകർത്തിയില്ല, അത് മുത്തശ്ശന് തരാനല്ലേ? ഇടയ്ക്ക് വീഡിയോ കോൾ ചെയ്തതും മുത്തശ്ശൻ തന്നെയല്ലേ? അതെ, ഞാൻ തന്നെയാണ്. എന്തിനായിരുന്നു മുത്തശ്ശ ഇങ്ങനെയൊക്കെ? എനിക്കന്ന് സംശയം ഉണ്ടായിരുന്നു മുത്തശ്ശനെ. ആ സംശയത്തിന്റെ പിന്നാലെ പോയപ്പോഴാ മുത്തശ്ശന് വേണ്ടിയിട്ടാ മുത്തശ്ശി ശീലമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ അങ്ങനെയാണ് കണ്ടുപിടിച്ചത്. ശരിക്കും ആദർശേട്ടനോട് മുത്തശ്ശന് ദേഷ്യമുണ്ടോ? വീട്ടിനകത്തൊരു ക്രിമിനൽ ഉണ്ട്, ഞാനും വസന്തരയും എടുത്തു വളർത്തിയ ജലജ. മകന്റെ കാര്യം അറിയാലോ അവളുടെ. അതിനേക്കാളും വലിയ ഫ്രോഡ്. എന്നിട്ട് അവരെ പോലും ഞാനെന്റെ തറവാട്ട് നാട്ടിൽ പുറത്താക്കിയിട്ടില്ല. അങ്ങനെയുള്ളപ്പം എല്ലാ നന്മകളും ഉള്ള സത്യത്തിനൊപ്പം നിൽക്കുന്ന, കുടുംബത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്ന ആദർശ് മോനെ എനിക്ക് വെറുക്കാൻ പറ്റുമോ മോളെ? ഞാൻ അങ്ങനെ വെറുക്കുവോ? അവന് എൻ്റെ ഹൃദയത്തിന്റെ ഭാഗമാണ്, എൻ്റെ ഹൃദയമിടിപ്പാണ്. പിന്നെ മോളും എൻ്റെ ഹൃദയമിടിപ്പ് തന്നെയാ. അതുകൊണ്ട് ഹൃദയമിടിപ്പ് നിന്നുപോയാൽ ഞാൻ മരിച്ചു പോവില്ലേ? പിന്നെ ആകപ്പാടെ ഇപ്പം ഞാൻ വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ്. അവൻ വീട് വിട്ടു പോയതിൽ പിന്നെ ഇറക്കി വിട്ടതാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഏതായാലും ഞാൻ പുറത്ത് കാണിക്കാതെ പിടിച്ചു നിന്നത് അവന്റെ നന്മയ്ക്ക് വേണ്ടി തന്നെയാ, അല്ലാതെ വേറൊന്നിനും അല്ല. അതിലുപരി മൂർത്തീസ് ജ്വല്ലറിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാ ഇതെല്ലാം ഞാൻ ചെയ്തു കൂട്ടുന്നത്. ചിലപ്പോഴെങ്കിലും മോള് വിചാരിച്ചിട്ടുണ്ടാക്കും, മക്കളെക്കാളും കൊച്ചുമക്കളെക്കാളും എനിക്ക് പ്രിയപ്പെട്ടത് എൻ്റെ സ്വന്തം ബിസിനസ് ആണെന്ന്. ബിസിനസ് നമ്മുടെ ജീവിത ഉപാധിയാണല്ലോ കാരണവന്മാരായിട്ട്. അത് നമുക്ക് കൈമാറി കൊണ്ടു തന്നതാ. കുടുംബത്തിന് അപ്പുറമല്ല എനിക്കൊന്നും, അതെനിക്ക് നന്നായിട്ട് അറിയാം. കുടുംബം കഴിഞ്ഞുള്ളൂ ബിസിനസ്. മുംബൈയിൽ നിന്ന് പരാജിതനായ ആദർശം മടങ്ങി വന്നപ്പം അവൻ നയിക്കുന്ന കമ്പനി താഴേക്ക് പോയപ്പം എനിക്കത് സഹിക്കാൻ പറ്റിയില്ല മോളെ. അത് ശരിയായ കാര്യം തന്നെയാണ്. ഒരിടത്തും കൊച്ചുമോൻ പരാജയപ്പെടരുത് എന്ന് അമിതമായി ആഗ്രഹിച്ച അവന്റെ മുത്തശ്ശന്റെ മുഖത്തേറ്റ അടിയായി പോയിരുന്നു അതൊക്കെ. അതുകൊണ്ട് ഞാന് ഒരു എന്താ പറയാ, പരിക്കനായിട്ട് പെരുമാറി. പിന്നെ അന്ന് ഞാൻ ഒരു തീരുമാനം എടുത്ത ആദർശനെ MD സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന്. അത് അവന് കൊടുത്ത ശിക്ഷയല്ല, അവനും നമുക്കും ഒരു ശത്രു ഉണ്ട് എന്ന തോന്നലിൽ നിന്ന് ഉടലെടുത്തൊരു ചിന്തയാ അത്. അവൻ കമ്പനിക്ക് പുറത്ത് നിന്നിട്ട് അവൻ ശത്രുവിനെ കണ്ടെത്തണം, അവനെ തകർക്കാതെ അവരെ തകർക്കണം. അങ്ങനെ മൂർത്തി ജ്വല്ലറിയിലേക്ക് മടങ്ങി വരുന്ന ആദർശ് പിന്നെ ഒരിക്കലും പരാജയപ്പെടാൻ പാടില്ല. മൂത്ത കൊച്ചുമകന്റെ വിജയം മാത്രം സ്വപ്നം കാണുന്ന ഈ മുത്തശ്ശന്റെ മനസ്സിന് ആ സമയത്ത് അങ്ങനെ ചിന്തിക്കാൻ കഴിയത്തുള്ളായിരുന്നു മോളെ. ഇപ്പൊ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി മുത്തശ്ശ, എല്ലാ കാര്യവും എനിക്ക് മനസ്സിലായി. അങ്ങനെ മനസ്സിലായ കാര്യങ്ങളൊക്കെ ഒരു കാരണവശാലും ആദർശമായിട്ട് പങ്കുവെക്കരുത്. ഇല്ല, ഒരിക്കലും ഞാൻ പങ്കുവെക്കില്ല. എനിക്കറിയാം ആദർശത്തിൽ നിന്ന് എന്തെങ്കിലും മനസ്സിൽ വെക്കുന്നത് മോളെ സംബന്ധിച്ചിടത്തോളം കഴിയാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് മറച്ചു വെച്ചേ പറ്റൂ. ഇത് അവന്റെ നന്മയ്ക്കും നമ്മുടെ കമ്പനിയുടെ നന്മയ്ക്കും ഒക്കെ വേണ്ടിയിട്ടാ ഈ സത്യം മറച്ചു വെക്കുന്നത്. അതുകൊണ്ട് ഇത് മറച്ചു വെച്ചേ പറ്റൂ. അവൻ ഇപ്പൊ ഒരു സ്പിരിറ്റിലാ നിൽക്കുന്നത്, അത് കെട്ടുപോകാൻ പാടില്ല. ആ സ്പിരിറ്റ് അതേപതി തുടരണം. ആദർശ് പരാജയപ്പെടുന്നത് ഞാൻ മരിക്കുന്നത് പോലെയാണ് മോളെ. എന്നെ ചീഞ്ഞ് വ്രണമാകുന്നത് പോലെയാണ് ഞാൻ. അതെന്റെ മനസ്സിലുണ്ടാകുന്ന ആഘാതമാണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് മൂക്ക് മനസ്സിലാവത്തുമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയന ഒരു ദയനീയ അവസ്ഥയില് മുത്തശ്ശനെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. പിന്നെ എൻ്റെ ഈ തീരുമാനങ്ങളും പിടിവാശിയൊക്കെ അതിര് വിട്ടോ പോയോ എന്ന് തോന്നിയത് എപ്പോഴാണെന്നറിയാമോ? മോള് ഹോസ്പിറ്റലിൽ കിടന്നല്ലോ, അല്ല ഹോസ്പിറ്റലല്ല സോറി, ലോക്കപ്പിൽ കിടന്നല്ലോ, ആ ഒരു സമയത്ത് പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊന്നും അല്ലായിരുന്നു. പിന്നെ എനിക്കറിയാം ആദർശ് എങ്ങനെയെങ്കിലും നിന്നെ രക്ഷിക്കുന്നു. എനിക്കറിയാം മുത്തശ്ശ, എല്ലാം മുത്തശ്ശൻ ചെയ്യുന്നത് നല്ലതിന് വേണ്ടി മാത്രമാണ്.
ഇനി ഒരു കാരണവശാലും ഞാൻ ആദർശേട്ടനോട് ഇതൊന്നും പറയില്ല. ആദർശേട്ടൻ തീവ്രത ശ്രമത്തില, യഥാർത്ഥ ശത്രുവിനെ കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലാ. ഞാനും അതിന് ശ്രമിക്കുന്നുണ്ട്. AM ജ്വല്ലറിയുടെ യഥാർത്ഥ MD അത് ഡേവിഡ് അല്ല, അതിനു മുകളിൽ ഒരാളുണ്ട്. അത് ആരാണെന്ന് കണ്ടുപിടിക്കണം. അതേ മുത്തശ്ശ, അയാളെ തന്നെ ആദർശേട്ടനും തേടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതുവരെ അയാളെ കണ്ടെത്താനൊന്നും കഴിഞ്ഞിട്ടില്ല. അവൻ കണ്ടെത്തും, അതുറപ്പാ. ഹാ, ആദർശ് അവനെ പിടികൂടും. അല്ല, നമ്മുടെ കമ്പനിയായിട്ടോ കുടുംബമായിട്ടോ ബന്ധമുള്ള ആരോ ഒരാളാണെന്നാണ് ആദർശേട്ടൻ ഇടയ്ക്ക് പറഞ്ഞത്. ആയിരിക്കും. അങ്ങനെ ആർക്കാണ് നമ്മുടെ കമ്പനിയിലെ ഇങ്ങനെ വിരോധം ഉണ്ടാകുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ ആരുടെയും മുഖം അങ്ങോട്ടേക്ക് തെളിഞ്ഞു വരുന്നില്ല. തെറ്റ് ചെയ്യുന്ന പലരെയും ശിക്ഷിച്ചിട്ടുണ്ട്, ചിലരെ തല്ലുകൊടുത്ത് ഒഴിവാക്കിയിട്ടൊക്കെ ഉണ്ട്. ശിക്ഷിക്കുന്നവര് പെട്ടെന്ന് ആ സംഭവം മറന്നെന്നൊക്കെ ഇരിക്കും. പക്ഷെ ശിക്ഷ കിട്ടുന്നവർക്ക് അത് മരണം വരെ മറക്കാനാവത്തില്ല. അതുകൊണ്ട് അങ്ങനെ ആരോ നമ്മുടെ എതിരാളികളായിട്ട് നിൽക്കുന്നത് അത് ഉറപ്പാണ്. സാരമില്ല, അതിനുള്ള ഉത്തരം ആദർശ് തന്നെ തരും, ആദർശ് തന്നെ കണ്ടുപിടിക്കും. ഇപ്പം വല്ലാത്തൊരു ആശ്വാസം തോന്നുക മുത്തശ്ശ. കാരണം ഇപ്പഴാ എന്റെ മനസ്സിന് ജീവൻ വീണത്. മോളും ആദർശമില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റുമോ മോളെ? ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. അനന്തപുരി തറവാട് ഇപ്പം കോലം കെട്ട ഒരവസ്ഥയാണ്. ആദർശ് മോളും ഉടനെ അവിടെ തിരിച്ചെത്തണം. പഴയതുപോലെ തറവാട് മുറ്റത്ത് കോലം വരയ്ക്കണം. അത് നല്ലൊരു കാഴ്ച തന്നെയാണ്. അതുണ്ടാക്കുന്ന സന്തോഷമൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അമ്മാതിരിയാണ്. വരും മുത്തശ്ശ, ഉടനെ തന്നെ ഞങ്ങൾ എത്തും. മുത്തച്ഛനെ വിഷമിപ്പിക്കാതെ ഉടനെ തന്നെ എത്തും. ഞാൻ പറഞ്ഞെല്ലാം ഓർമ്മയെ വെപ്പിക്കണം കേട്ടോ, ഓർമ്മയെ വെക്കണം കേട്ടോ. ആദർശിന്റെ മനസ്സിനെ മോൾ എപ്പോഴും ചൂട് പിടിപ്പിക്കണം. ചൂട് പിടിപ്പിച്ച് അവന് തോന്നണം ഈ ദുഷ്ടക്കൂട്ടങ്ങളെ അവൻ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ തോന്നണം. എന്നാ പിന്നെ ശരി മുത്തശ്ശ, മുത്തശ്ശൻ പറഞ്ഞ പോലെ എല്ലാം ചെയ്യാന്ന് പറഞ്ഞിട്ട് നേരെ എലിസബത്തിന്റെ അടുത്തേക്ക് ഇവർ രണ്ടുപേരും കൂടെ ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ എലിസബത്തിനോട് മുത്തശ്ശൻ പറഞ്ഞു, ഇനി ഞങ്ങൾക്കിടയിൽ അകലമില്ല, എല്ലാ കാര്യവും ഞാൻ മോളോട് പറഞ്ഞിട്ടുണ്ട്. ദേ, എലിസബത്തിനെയും ദാമുനെയൊക്കെ വെച്ചത് മോളെ ഞാൻ തന്നെയാ. അതൊക്കെ എനിക്ക് മനസ്സിലായി മുത്തശ്ശ. എന്നാലും കുറെ ആയിട്ട് മുത്തശ്ശൻ ഞങ്ങളിട്ട് ചുറ്റിച്ച് കളഞ്ഞല്ലോ. അപ്പൊ എലിസബത്ത് പറഞ്ഞു, സാറിന് കുടുംബം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തും, അത് എനിക്കറിയാവുന്ന കാര്യ. അപ്പൊ നമ്മുടെ നയന മുത്തശ്ശനെ നോക്കി ഇങ്ങനെ ചിരിക്കാണ് കേട്ടോ. എന്നിട്ട് കൈ കൂപ്പിട്ട് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ കുറച്ചു നാളെങ്കിലും മുത്തശ്ശനെ തെറ്റിദ്ധരിച്ചതിന് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദർശും സേവിയറും മാളവികയുമാണ് കേട്ടോ. ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരാളുടെ പിക്ചർ ഇങ്ങനെ വരച്ചു കേട്ടോ. കാരണം ഏകദേശം ഒരു രൂപം ഇങ്ങനെ വരച്ചു വെച്ചു ആ ഒരു ശത്രുവിനെ കണ്ടെത്താനായിട്ട്. ഏതായാലും ഈ പിക്ചറിൽ ഏകദേശം നമ്മുടെ അബിയുടെ അച്ഛന്റെ രൂപം തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ ആദർശനൊന്നും അത്രയ്ക്ക് ഓർമ്മയില്ലല്ലോ അബിയുടെ അച്ഛനെ ഒന്നും, അതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് മനസ്സിലാവത്തില്ല കേട്ടോ. അപ്പൊ അങ്ങനത്തെ ഒരു സീനാണ് കാണിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനി ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. മുത്തശ്ശനുമായിട്ട് സംസാരിച്ചതും ഒക്കെ ഇങ്ങനെ അതൊക്കെ ഓർത്ത് ഇങ്ങനെ ആസ്വദിച്ച് സന്തോഷിച്ചിരിക്കുക. ഈ ഒരു സമയത്താണ് ആദർശ് വരുന്നത്. അപ്പൊ ആദർശ് ചോദിച്ചു, എന്താ മുഖത്ത് ഇത്ര സന്തോഷം? ഒന്നുമില്ല നല്ലല്ലോ. അല്ല, നീ ഇന്ന് കാവിൽ പോയില്ലേ? കാവില് പോയി ആദർശേട്ടാ. മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ, നല്ല വെട്ടം വീണതുപോലെ. അത് ഭയങ്കര വെയിലല്ലായിരുന്നോ? അതിന്റെ വെളിച്ചായിരിക്കും. എന്തായാലുവേ നീ കാവിൽ പോയത് കൊണ്ട് ഗുണമുണ്ടായി. അതെന്താ ആദർശേട്ടാ, എന്തു ഗുണം? നമ്മൾ തേടുന്ന ആളും നമ്മളും തമ്മിലുള്ള അകലം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ MD ഇല്ലേ, നമ്മുടെ AM ജ്വല്ലറിയുടെ MD, അയാൾ MD ഒന്നുമല്ല, അയാളുടെ മുകളിലുള്ള ആള്. അയാളെ ഏകദേശം എന്റെ രൂപരേഖയിൽ മാത്രമല്ല സേവിയറിന്റെ രൂപരേഖയിലും തെളിഞ്ഞു. ഏതായാലും ഒരു രൂപം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ഹിന്റ് കൊടുത്തിട്ടുണ്ട്, തെറ്റാതെ ആളെ വരച്ചെടുക്കുന്ന ആളാണല്ലോ ഈ സേവിയർ. പക്ഷേ ഈ പറയുന്ന ആളെ എങ്ങനെയാ എവിടെ വെച്ചാ കണ്ടതെന്നൊന്നും മനസ്സിലാവുന്നില്ല. അയാളുടെ രൂപം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മുടെ സ്റ്റാഫായിട്ടിരുന്ന ആളാണോ എന്ന് ചിന്തിച്ചു നോക്കി. അതായത് നമ്മൾ അബിയെ പുറത്താക്കിയ പോലെ ആരെങ്കിലും പുറത്താക്കിയിട്ടുണ്ടോ എന്നൊക്കെ. പക്ഷെ അവരൊന്നും അല്ല. എന്തോ ഈ രൂപം കണ്ടിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്തോ ഉണ്ട്, എന്തോ ഒരു സംഭവം ഉണ്ട്. ആളെ അങ്ങോട്ട് പിടികിട്ടുന്നില്ല. ഇനി മുത്തശ്ശനുമായിട്ട് ഈ ആൾക്ക് എന്തെങ്കിലും ശത്രുത ഉണ്ടോ എന്നും അറിയത്തില്ല. അല്ല, അങ്ങനെയെങ്കിൽ അത് മുത്തശ്ശനോട് ചോദിച്ചൂടെ ആദർശേട്ടാ? അതെങ്ങനെ ചോദിക്കും? ദേ, മുത്തശ്ശന്റെ മുമ്പിലേക്ക് ചെല്ലാൻ പറ്റും ഇതുമായിട്ട്? തൽക്കാലം എന്തായാലും ആ വഴിക്ക് പോകുന്നില്ല. ഞാന് അയാൾ നോർത്തെടുക്കാൻ ശ്രമിക്കട്ടെ. എത്രയും പെട്ടെന്ന് ആദർശേട്ടൻ പഴയ പാതയിലേക്ക് തിരിച്ചെത്തണം. ദേ, എന്ന് വെച്ചാൽ നീ എന്താ പറയുന്നത്, ഉദ്ദേശിക്കുന്നത്? അല്ല, നമ്മളിപ്പം വലിയൊരു ടീലൊക്കെ സ്വന്തമാക്കി, ശരിയാണ്, വീണ്ടും നമുക്ക് വിജയങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിലും നമ്മൾ എന്നും നമ്പർ 1 ഒന്നും ആയിട്ടല്ലല്ലോ നിൽക്കുന്നത്. അല്ല, ഇപ്പൊ നമ്മുടെ AM ജ്വല്ലറിക്ക് അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഈ ഓണത്തോടെ നമ്മൾ അവരുടെ മുകളിലെത്തുവോ? 100% ഉറപ്പ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ച് അനന്തപുരിയിലേക്ക് പോകാൻ പറ്റൂലോ അല്ലേ? ഓ, നിനക്ക് അങ്ങോട്ടേക്ക് പോകാൻ ധൃതിയായല്ലേ?
എത്ര വിജയങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞാലും മുത്തച്ഛൻ തിരികെ വിളിക്കാതെ നമ്മൾ അങ്ങോട്ടേക്ക് പോകത്തില്ല. അല്ല, ആദർശന്റെ ഭാഗം ക്ലിയർ ആയി കഴിഞ്ഞാൽ മുത്തച്ഛൻ തിരികെ വിളിക്കൂലോ, അപ്പൊ നമുക്ക് പോകത്തില്ലേ? അനി വന്നതിന് ശേഷമാ കമ്പനി മെച്ചപ്പെട്ടതെന്ന് മുത്തച്ഛൻ പറയുന്നത്. അതിലെനിക്ക് സന്തോഷമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇനി മുത്തച്ഛൻ എന്നെ കുറിച്ച് ചിന്തിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോഴത്തേക്ക് നയനെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, മുത്തച്ഛൻ ചിന്തിക്കുന്നത് മുഴുവൻ നമ്മളെ കുറിച്ച് ആദർശേട്ടാന്ന്. അപ്പൊ ആദർശ് ചോദിച്ചു, നീ എന്താ ഈ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. ഞാൻ ആലോചിച്ചത്, അതെ, നമ്മൾ കരുതുന്നത് പോലെ ഒന്നും ആയിരിക്കില്ല ആദർശേട്ടാ മറ്റുള്ളവരുടെ മനസ്സും സ്വഭാവവും ഒക്കെ. അതൊക്കെ ശരിയായിരിക്കും നീ പറയുന്നത്. എന്തായാലും ആദർശേട്ടാ, നമ്മൾ ആ എക്സിന്റെ അടുത്ത് എത്താറായല്ലോ ഏതാണ്ട്. ഇനി അപകടങ്ങളൊന്നും ഉണ്ടാകാതെ നോക്കണം. സൂക്ഷിച്ചു വേണം മുന്നോട്ടേക്ക് പോകാനായിട്ട്. എതിരാളികൾ അത്രയും ശക്തരാണ്. ഡീല് നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ എയും ജ്വല്ലറിക്കാരും തെരയുന്നുണ്ടായിരിക്കും. അതറിയാം. അതുകൊണ്ട് ഞാൻ വളരെ കെയർഫുൾ ആയിട്ട് തന്നെയാ നയന യാത്ര ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ആദർശ് അങ്ങ് പോവുകയാണേ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനിയും നന്ദുവും ഫോൺ വിളിക്കുന്ന ഒരു സീനാണ്. അനിയും നന്ദുവും ഫോൺ വിളിക്കുന്ന ഒരു സീനാണ്. അങ്ങനെ നമ്മുടെ നന്ദു അനിയെ കുറെ ഉപദേശിക്കാനുണ്ട്. നീ എടുത്തു ചാടരുത്, എടുത്തു ചാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരിക്കലും ഫോൺ വിളിക്കാൻ പോലും പറ്റത്തില്ലടാ. നമ്മളെല്ലാം ക്ഷമാപൂർവ്വം വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. എടുത്തു ചാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ എല്ലാം നഷ്ടമാകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇവര് ഫോണിൽ സംസാരിക്കുന്നത് കേൾക്കുന്നില്ല. പക്ഷെ നമ്മുടെ അവന്തിക വരുമ്പോഴത്തേക്ക് ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്യുക. അപ്പൊ അവന്തിക ചോദിക്കുക, ആരാ വിളിക്കുന്നത്? അല്ല, ഇനിയിപ്പം ഏതെങ്കിലും കാമുകന്മാരും വല്ലതും ആണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? എന്നെ കണ്ട ഉടനെ ഫോൺ കട്ട് ചെയ്തത് കൊണ്ട് ചോദിച്ചതാണ്. അതെ, എനിക്ക് അനിയേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട്. ഈ അനാമികനെ എന്തിനാ വെച്ചോണ്ടിരിക്കുന്നത്? അല്ല, കേസിനും വഴക്കിനും പോകുന്നതിന് പകരം അവർക്ക് കുറച്ച് പൈസ കൊടുത്തങ്ങ് ഒഴിവാക്കത്തില്ലേന്ന്. ഇത് കേട്ടത് നമ്മുടെ അനി ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷമായിട്ട്. അപ്പൊ അടുത്ത വിശേഷമായിട്ട് എത്രയും പെട്ടെന്ന് കാണാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.